ഗോകുൽ. കാരണം ഈ അമ്മയുടെ ശരീരത്തിലേറ്റ മുറിവുകൾ, ഈ അമ്മയ്ക്കേറ്റ മർദ്ദനം, അതായത് മുഖത്താണ് പരിക്ക്, തലയ്ക്കാണ് പരിക്ക്. സ്വാഭാവികമായും അപ്പോൾ അവിടെ ഒരു കൊലപാതക ശ്രമത്തിന് പോലും കേസെടുത്ത് കടുത്ത വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യമുള്ളപ്പോഴും നിങ്ങൾ അമ്മയും മക്കളുമായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളല്ലേ ഒത്തുതീർപ്പാക്കാൻ നമുക്ക് ശ്രമിക്കാം എന്നൊരു ശ്രമം എങ്ങനെയാണ് കേരള പോലീസ് നടത്താൻ കഴിയുക? ഇത്ര 73 വയസ്സുള്ള ഒരു അമ്മയ്ക്ക് പോലും നീതി ഉറപ്പാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പോലീസ് സംവിധാനം? ഗോകുൽ. ഷിഹാസ്, അമ്മ ചികിത്സയുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഹാജരായത്. ആ സമയത്ത് തന്നെ അമ്മ വ്യക്തമായി തന്നെ പറഞ്ഞതാണ് തനിക്ക് മർദ്ദനമേറ്റു, മകനാണോ മർദ്ദിച്ചത് തുടങ്ങിയ എല്ലാ വിവരങ്ങളും അമ്മ ഫോർട്ട് പോലീസിനോട് അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ മകൻ കൂടി ചേരുന്നുണ്ട്. FIR എന്ന് രജിസ്റ്റർ ചെയ്തിരുന്നു? അത് എനിക്ക് അറിഞ്ഞൂടാ, രജിസ്റ്റർ ചെയ്തോ ഇല്ലയെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞതുമില്ല, ഞാൻ ചോദിച്ചതുമില്ല, എനിക്ക് അറിഞ്ഞൂടാ. അവർ 10 ദിവസത്തിനകത്ത് അവൻ മാറിത്തരും, പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് അമ്മയോട് സമ്മതിച്ച് വിട്ടത്. വിഷയം ഒത്തുതീർപ്പാക്കി വിടുകയാണ് പോലീസ് ചെയ്തത്. അതാണ് അവർ അങ്ങനെയാണ് ചെയ്തത്. ശരിക്കും അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിരുന്നത്. കാരണം എന്തായാലും വലിയ മുറിവുകളും പരിക്കുകളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് സ്വമേധയാ കേസെടുക്കാം, അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുൻപോട്ട് പോകേണ്ട ഒരു ഘട്ടമായിരുന്നു. പക്ഷേ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം. അത്രത്തോളം ഗുരുതര പരിക്കുള്ള സ്ഥിതിക്ക് തന്നെ FIR രജിസ്റ്റർ ചെയ്ത അന്വേഷണം മുൻപോട്ട് പോകണമായിരുന്നു, മകനെതിരെ കേസെടുക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ചേട്ടാ, ഈ മധുവിനെ അറിയാമോ? ചേട്ടാ, മധുവിനെ അറിയാവുന്ന ആളാണോ? ഇപ്പം കുറെ കാലമായിട്ട് ഇവിടെ വരക്കൊന്നുമില്ല. ഇല്ല, ഇപ്പോഴൊക്കെ മർദ്ദനം ഉണ്ടെന്നുള്ളതാണ് അറിയുന്നത്. നാട്ടുകാർ പറയുന്നത് മർദ്ദനം ഉണ്ടെന്നാണ് പറയുന്നത്. ഷിഹാസ, ഇപ്പോൾ ഫോർട്ട് പോലീസിന്റെ ഭാഗത്തുണ്ടായത് വലിയ അലംഭാവമാണ്. കാരണം അമ്മയ്ക്ക് ഇത്രത്തോളം സാരമായ പരിക്കുള്ള സ്ഥിതിക്ക് FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇതൊരു കുടുംബ വിഷയമാണ്, വിഷയം ഒത്തുതീർപ്പാക്കാം, രമ്യതയിൽ പരിഹരിക്കാമെന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അങ്ങനെ വലിയ അലംഭാവം ഫോർട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 10 ദിവസത്തിനകം വീട് ഒഴിയുക എന്നുള്ളൊരു നടപടി അങ്ങനെ അല്ലായിരുന്നു അത് ചെയ്യേണ്ടിയിരുന്നത്. സ്വാഭാവികമായും FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുൻപോട്ട് പോകേണ്ടതായിരുന്നു, അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടതായിരുന്നു. മകനും മരുമകളുമാണ് ഇപ്പോൾ നിലവിൽ ഈ കേസിൽ. മകൻ മധുവും അതേപോലെ തന്നെ അയാളുടെ ഭാര്യ ആതിരയുമാണ് ഇപ്പോൾ അമ്മയെ മർദ്ദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ കേസ് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. പക്ഷേ അവിടെ വലിയ അലംഭാവം ഉണ്ടായി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിലവിൽ വ്യക്തമാകുന്നത്. ഈ പരാതിക്കാരി അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്, കുടുംബത്തിൽ നിന്ന് ആരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു അലംഭാവം ഉണ്ടായതെന്നുള്ള കാര്യം കൂടി വ്യക്തമാവുകയാണ്. അത്തരത്തിൽ ഒത്തുതീർപ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് നീങ്ങിയതെന്നുള്ളതുകൂടി വളരെ വ്യക്തമാണ്. വയോജനക്ഷേമ വകുപ്പ് ഉണ്ടാക്കിയിട്ട് മാത്രം കാര്യമില്ല. വയോജനങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനും അവർക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാനുമുള്ള അന്തരീക്ഷം ഒരുക്കാൻ കൂടി നമ്മുടെ സർക്കാർ ആഭ്യന്തര വകുപ്പ് സംവിധാനങ്ങൾക്ക് കഴിയണം എന്നുള്ളതാണ്. ഇപ്പോൾ മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെട്ടിട്ടുണ്ട്. എത്രയും വേഗം പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുമെന്ന് പറയുന്നു, ഈ അമ്മയ്ക്ക് സംരക്ഷണം ഉറപ്പാക്കുമെന്ന് പറയുന്നു, ചികിത്സ ഉറപ്പാക്കുമെന്ന് പറയുന്നു. പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ മന്ത്രിയൊന്നും ഇടപെടിപ്പിക്കാൻ കഴിയില്ലല്ലോ. പലപ്പോഴും സ്വന്തമായിട്ട് പോയി പരാതി നൽകാൻ പോലും പല ആളുകൾക്കും ധൈര്യമുണ്ടാവില്ല. പക്ഷേ ഈ അമ്മ പരാതി നൽകി നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് തനിക്കിങ്ങനെ ഒരു മകൻ പോലും ഇല്ല എന്ന് പറയുകയാണ് അമ്മ. അത്രയേറെ ഉപദ്രവം സഹിച്ചിട്ടുണ്ട്, പലതരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷേ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് താൻ പരാതി നൽകിയത്. ആ മകനും മരുമകളും ഒരുപോലെ തന്നെ ഉപദ്രവിക്കാറുണ്ട് എന്ന് പലതവണ പോലീസിനോട് പറഞ്ഞിട്ടും പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഇനിയെങ്കിലും ഈ വാർത്തയ്ക്ക് പിന്നാലെയെങ്കിലും മന്ത്രിയുടെ ഇടപെടലിന് പിന്നാലെയെങ്കിലും ആ അമ്മയ്ക്ക് നീതി ലഭിക്കട്ടെ.